ഹായ് ഫ്രണ്ട്സ്, പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡി എ അഥവാ ഡി ആർ, ക്ഷാമബത്ത, അതോടൊപ്പം ക്ഷാമാശ്വാസം. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് ഡി എ അല്ലെങ്കിൽ ക്ഷാമബത്ത. സർവീസിൽ നിന്ന് വിരമിച്ചവർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സാധനമാണ് ഡിയർനെസ് റിലീഫ് അഥവാ ക്ഷാമാശ്വാസം. നമ്മുടെ സർക്കാർ രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഡി എ കൊടുക്കുന്നതും ഡി എ അനുവദിക്കുന്നതോടൊപ്പം തന്നെയാണ് ഡി ആർ കൊടുക്കുന്നതും ഒരേ നിരക്കിൽ തന്നെയാണ്. ഈ ക്ഷാമാശ്വാസം അല്ലെങ്കിൽ ക്ഷാമബത്ത എന്തിനു വേണ്ടിയാണ് നൽകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം ചിന്തിക്കണം. അതായത്, നമ്മുടെ സംസ്ഥാനത്തിൽ സാധനങ്ങളുടെ അല്ലെങ്കിൽ വിഭവങ്ങളുടെ വില വർധനവിന് അനുസരിച്ച് നമ്മുടെ അടിസ്ഥാന ശമ്പളത്തിൽ എത്ര ശതമാനം വർധനവ് വരുത്തണം എന്ന് വിലസൂചിക നോക്കി തീരുമാനിക്കുന്ന ഒരു സംഭവമാണ് ഈ ക്ഷാമബത്ത അഥവാ ക്ഷാമാശ്വാസം. 11th പേ റിവിഷൻ നിലവിൽ വന്നത് 1/7/2019 മുതലാണ്. അന്ന് മുതൽ ഉള്ള ക്ഷാമബത്ത ഏതൊക്കെയാണ്, ക്ഷാമാശ്വാസം എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഒത്തിരി പേര് സംശയം ചോദിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു എപ്പിസോഡ് തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. 1/7/2019 മുതൽ ഇറങ്ങിയ 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷനിലെ 7/19 നമുക്ക് അടിസ്ഥാന ശമ്പളം മാത്രമേ ലഭിക്കൂ. വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ ക്ഷാമാശ്വാസം അല്ലെങ്കിൽ ക്ഷാമബത്ത 6 മാസത്തിലൊരിക്കലാണ് നൽകേണ്ടത്. അതായത് ഒരു വർഷത്തിൽ 2 പ്രാവശ്യം, ജാനുവരി മാസവും ജൂലൈ മാസവും എന്ന ക്രമത്തിലാണ് ആ ക്ഷാമാശ്വാസങ്ങൾ കൊടുക്കേണ്ടത്, ക്ഷാമബത്ത കൊടുക്കേണ്ടത്. അങ്ങനെ 11ാം ശമ്പള കമ്മീഷൻ നിലവിൽ വന്നത് 1/7/2019 മുതലാണ്. 1/7/19 വിലസൂചിക അനുസരിച്ച് അന്ന് അടിസ്ഥാന ശമ്പളം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഡി എ അഥവാ ഡി ആർ എന്ന് പറയുന്ന സാധനം 1/7/19 മുതൽ ഇല്ല. ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ഡി എ വർധനവ് വരുന്നത് 1/1/2020 2020 ജനുവരി 1-ാം തീയതി ഡി എ വർദ്ധിപ്പിച്ചു. 4% വർധനവാണ്, 4% അന്ന് ഡി എ നൽകിയത്. ബേസിക് പേയും 4% ഡി എയും പിന്നെ HRAയും അതുപോലുള്ള മറ്റ് ആനുകൂല്യങ്ങളും അതോടൊപ്പം ലഭിക്കും. അത് കഴിഞ്ഞിട്ട് 1/7/2020 ജൂലൈ 20 ആദ്യം ജനുവരി 2020 കൊടുത്തു. അത് കഴിഞ്ഞ് ജൂലൈ 1/7/2020 ജൂലൈ 1-ാം തീയതി മുതൽ 3% ഡി എ വർദ്ധിപ്പിച്ചു. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ടോട്ടൽ ഡി എ എന്ന് പറയുന്നത് 7%. അടിസ്ഥാന ശമ്പളത്തിൻ്റെ 7%വും HRA, HTA തുടങ്ങിയ അലവൻസുകളും കൂടെയുള്ള തുകയാണ് അന്ന് ശമ്പളമായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ കുടിശ്ശിക 2021 മാർച്ച് മുതലുള്ള ശമ്പളത്തോടൊപ്പം മാത്രമേ കൊടുത്തുള്ളൂ. അതായത് 1/7/2020 പ്രഖ്യാപിച്ച 7% ഡി എ, ആകെ 7% വന്ന ഡി എ നമുക്ക് ലഭിച്ചു തുടങ്ങിയത് 2021 മാർച്ച് മുതലാണ്. ബാക്കിയെല്ലാം കുടിശ്ശികയായിട്ട് കിടക്കുന്നുണ്ട്. അടിസ്ഥാന ശമ്പളവും ക്ഷാമബത്ത അല്ലെങ്കിൽ ക്ഷാമാശ്വാസം തുടങ്ങിയവ കുടിശ്ശികയായിട്ട് കിടക്കുന്നു. അതിനെയാണ് നമ്മൾ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് 4 ഗഡുക്കളായിട്ട് 25% വീതം 4 ഗഡുക്കളായിട്ട് തരാമെന്ന് പറഞ്ഞതും സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത കാരണം പലതും തരാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബുദ്ധിമുട്ടിനിടയിലും വീണ്ടും അടുത്ത ക്ഷാമബത്ത അഥവാ ക്ഷാമാശ്വാസം വരേണ്ടത് ജൂലൈ 2020 കഴിഞ്ഞാൽ അടുത്ത് വരേണ്ടത് ജനുവരി 2021. അത് 1/1/2021 മുതൽ 2% ഡി എ വർദ്ധിപ്പിച്ച് ഉത്തരവായി. അപ്പോൾ ടോട്ടൽ ഡി എ അല്ലെങ്കിൽ ഡി ആർ എന്ന് പറയുന്നത് 9%. ബേസിക് പേയോട് കൂടെ 9% ഡി എ കൂടെ കൂട്ടി
HR ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ശമ്പളമാണ് ലഭിക്കുന്നത്. അപ്പോൾ 1/4/2024 മുതലുള്ള ശമ്പളത്തിലും പെൻഷനിലുമാണ് ഇത് കിട്ടി തുടങ്ങിയത്. അതായത് 1/1/21 വരേണ്ട ക്ഷാമബത്ത അഥവാ ക്ഷാമാശ്വാസം 2% എക്സ്ട്രാ കിട്ടേണ്ടത് ലഭിച്ചു തുടങ്ങിയത് 1/4/2024 മുതലുള്ള ശമ്പളത്തിലും പെൻഷനിലുമാണ്. അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് 1/1/21 മുതൽ 31/3/2024 വരെയുള്ള 39 മാസത്തെ DA കുടിശ്ശിക നിലവിലുണ്ട്. 2% വെച്ച് എത്രയാണെന്ന് നിങ്ങൾ കണക്കാക്കി നോക്കുക. അപ്പോൾ അത് എമൗണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് 1/1/21 മുതൽ 31/3/24 വരെയുള്ള 39 മാസം 2% DAയുടെ വർധനവ് കുടിശ്ശികയായിട്ട് കിടക്കുകയാണ് നമുക്ക് 1/4/2024 മുതൽ 9% DA അനുവദിച്ചത്. അങ്ങനെ വീണ്ടും 1/1/2021 കഴിഞ്ഞാൽ അടുത്ത DA അനുവദിക്കേണ്ടത് കൃത്യമായി 1/7/2021 1/7/2021 DA വർധനവ് വന്നതെന്ന് പറഞ്ഞാൽ 3% വർധനമാണ് ഉണ്ടായത്. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ 12%. അപ്പോൾ 2024 നവംബർ മാസ ശമ്പളം മുതലാണ് ഈ DA 12% DA ലഭിച്ചു തുടങ്ങിയത്. 2024 നവംബർ മാസം മുതലാണ് 12% DAയും ലഭിച്ചു തുടങ്ങിയത്. അപ്പോൾ 1/7/21 മുതലുള്ള 40 മാസ ശമ്പള കുടിശ്ശിക നമുക്ക് ലഭിക്കാനുണ്ട്. അത് സർക്കാരിൻ്റെ സാമ്പത്തിക ഭദ്രത വരുന്നതിനനുസരിച്ച് നമുക്കത് ലഭിക്കും. ഇനി പുതിയ ബജറ്റിലും പറഞ്ഞിട്ടുണ്ട് ശമ്പള വർധനവ് DA കുടിശ്ശിക തരും എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ DA കുറിച്ച് പറഞ്ഞ അല്ലെങ്കിൽ DRനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു വർഷത്തിൽ 2 DA ആണ് ലഭിക്കേണ്ടത്. പ്രധാനമായിട്ടും അത് ജനുവരി മാസവും ജൂലൈ മാസവുമാണ് ആ ശമ്പള വർധനവ് വരേണ്ടത്, DA വർധനവ് വരേണ്ടത്. അതിൻ്റെ കുടിശ്ശികകൾ ഉൾപ്പെടെയാണ് തരേണ്ടത്. എന്നാൽ സാമ്പത്തിക ബാധ്യത നമുക്ക് പലതും കിട്ടിയിട്ടില്ല. ഇനിയും നമുക്ക് അവസാനമായി കിട്ടിയിരിക്കുന്ന DA 1/7/21 മുതലുള്ള 3% ലഭിച്ചിരിക്കുന്നത്. ഇനി കിട്ടാനുള്ളതെന്ന് പറഞ്ഞാൽ 1/22, 7/22, 1/23, 7/23, 1/24, 7/24, 1/25 അത്രയും DAയുടെ കുടിശ്ശിക ഇപ്പം നിലവിൽ നിൽപ്പുണ്ട്. അംഗീകാരം ലഭിക്കാതെ നിൽക്കുന്നുണ്ട്. അതും പെട്ടെന്ന് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി എന്തെങ്കിലും സംശയങ്ങളുള്ളവർ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അക്കൗണ്ട് ടെസ്റ്റ് ലോവർ, ഹയർ, KER, MOP തുടങ്ങിയവയുടെ പരീക്ഷ എഴുതാൻ പറ്റിയ വീഡിയോസ് ഒത്തിരി ഈ ചാനലിലുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാനൽ കൃത്യമായി കിട്ടും. താങ്ക് യു വെരി മച്ച്.